നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പത്താം സമ്മേളനത്തിൻ്റെ 6ാം ദിവസമായ ഇന്ന് അനൗദ്യോഗിക അംഗങ്ങളുടെ ബിസിനസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സഭയിൽ പരിഗണിച്ചത്. ചോദ്യോത്തര വേളയിൽ ഇന്ന് ചോദ്യങ്ങളുടെ പട്ടികയിലെ 5 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ സഭയിൽ വാക്കാൽ മറുപടി പറഞ്ഞത്. പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷ അഭിയാൻ, കാർഷിക മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ, സാമ്പത്തിക സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക ഡയറി പാക്കേജുകൾ, കർഷക ക്ഷേമനിധി ബോർഡ്, കാർഷിക മേഖലയെ ഫലപ്രദമാക്കാൻ പ്രത്യേക മിഷൻ എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റാനുള്ള നടപടികളാണ് ഗവൺമെന്റ് കൈക്കൊള്ളുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് കേരളം 4 വർഷ ബിരുദ പ്രോഗ്രാം നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വയ്ക്കുന്ന പ്രതിലോമകരവും കേരളത്തിന്റെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമല്ലാത്തതുമായ മുഴുവൻ നിർദ്ദേശങ്ങളും ഒഴിവാക്കിയാണ് കേരളത്തിന്റെ 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾ രൂപകൽപ്പന ചെയ്തത്. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി 23,245 കൃഷിക്കൂട്ടങ്ങൾ സംസ്ഥാനത്ത് ഇതുവരെ രൂപീകരിച്ചതായി ചോദ്യോത്തരവേളയിൽ കൃഷിമന്ത്രി പി പ്രസാദിന് വേണ്ടി മറുപടി പറഞ്ഞ മന്ത്രി ജെ ചിഞ്ചുറാണി സഭയെ അറിയിച്ചു. ഇപ്രകാരം ഉൽപാദന മേഖലയിൽ 19,537 എണ്ണവും സേവന മേഖലയിൽ 1,328 എണ്ണവും മൂല്യവർധന വിപണന മേഖലയിൽ 2,380 എണ്ണവും ചേർത്ത് ആകെ 23,245 കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. വളർത്തുപശുക്കൾക്ക് ജീവഹാനി സംഭവിച്ച ഇടുക്കി തൊടുപുഴയിലെ കുട്ടി കർഷകരെ സഹായിക്കാൻ സർക്കാർ സത്വര നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി ജെ ചിഞ്ചുറാണി സഭയെ അറിയിച്ചു. ആ കുട്ടി കർഷകന്റെ വീട്ടിൽ പിറ്റേന്ന് തന്നെ എത്തുവാനും ആ കർഷകനെ ആശ്വസിപ്പിക്കുവാനും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുവാനും അച്ഛനില്ലാത്ത ഒരു കുടുംബമാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ 5 പശുക്കളെ കൊടുക്കാമെന്നുള്ള വാഗ്ദാനം, മിൽമയുടെ ഒരു പശുവിന് 15,000 രൂപ വെച്ച് 45,000 രൂപയുടെ ചെക്കും, അതോടൊപ്പം തന്നെ ഒരു മാസത്തെ നമ്മുടെ കേരള ഫീഡ്സിൻ്റെ കാലിത്തീറ്റ ഉൾപ്പെടെ സൗജന്യമായി കൊടുക്കുവാൻ, അതെല്ലാം സമയബന്ധിതമായി ഒരാഴ്ചയ്ക്കകം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ വളരെ കൃത്യമായി HF ഇനത്തിൽപ്പെട്ട ഏറ്റവും നല്ല പശുക്കൾ കേരളത്തിലെ 15 ലിറ്ററും 20 ലിറ്ററും പാല് തരുന്ന 5 ഗർഭിണി പശുക്കളെയാണ് ഞങ്ങൾ അവിടെ കൊടുത്തത്. അതിനെല്ലാം ഇൻഷുറൻസ് ഉൾപ്പെടെ ഏർപ്പെടുത്തി കൊടുത്തു. കോടതിയുടെ പരിഗണനയുള്ള വിഷയം പരാമർശിക്കുന്നതിനാൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നേടിക്കൊണ്ടുള്ള നോട്ടീസിന് സഭയിൽ സ്പീക്കർ അനുമതി നൽകിയില്ല. എക്സാലോജി കമ്പനി പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് പങ്കാളിത്തമുള്ള CMRL കമ്പനിയിൽ നിന്നും നൽകാത്ത സേവനങ്ങൾക്ക് പണം കൈപ്പറ്റിയതായ വിഷയം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നതായി പറയപ്പെടുന്ന സാഹചര്യം സഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടനടക്കം 6 അംഗങ്ങളാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ട് നോട്ടീസ് നൽകിയത്. സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന പ്രമേയം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ ഡോക്ടർ മാത്യു കുഴൽനാടൻ, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി KK രമ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ പരിധിയിലുള്ള വിഷയമല്ലാത്തതിനാലും ഒരു സ്റ്റാറ്റ്യൂട്ടറി അന്വേഷണ ഏജൻസിയുടെ പരിഗണനയിലിരിക്കുന്നതിനാലും ഇത് ചട്ടം 52(9), 53 എന്നിവനുസരിച്ച് സഭയിൽ ഉന്നയിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ AN ഷംസീർ അറിയിച്ചു. ഇതേ തുടർന്ന് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയും ശേഷമുള്ള സഭാ നടപടികൾ ബഹിഷ്കരിക്കുകയും ചെയ്തു. അടിയന്തര പ്രമേയ നോട്ടീസുകൾ അനുമതി നൽകുന്നത് സംബന്ധിച്ച് ചട്ടങ്ങളിലെ ചട്ടം 52 ക്ലോസ് 9, 53 എന്നിവ അനുസരിച്ച് ഈ നോട്ടീസ് അനുമതി നൽകാൻ കഴിയില്ല എന്നറിയിക്കുകയാണ്. ഓർഡർ. റൂൾ 53. No motion which seeks to raise discussion on a matter pending before any statutory tribunal or statutory authority performing any judicial or quasi-judicial functions or any commission or court of inquiry appointed to inquire into or investigate any matter shall ordinarily permitted to be moved. അടിയന്തര പ്രമേയം ഡിസ്പോസ് ചെയ്തിരിക്കുന്നു. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് ബന്ധപ്പെട്ട മന്ത്രി മറുപടി നൽകി. ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയുന്നതിന് ആന്റിബയോട്ടിക് സാക്ഷരത നൽകുന്നതുൾപ്പെടെയുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് ശ്രീ E. ചന്ദ്രശേഖരൻ നടത്തിയ ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി വീണ ജോർജ് മറുപടി പറഞ്ഞു. സർ, ആന്റിബയോട്ടിക്കുകളുടെ അശാസ്ത്രീയമായ ഉപയോഗം മൂലം രോഗാണുക്കൾ പ്രതിരോധശേഷി നേടുന്നു. തുടർന്ന് രോഗാവസ്ഥ മൂർച്ഛിക്കുന്നു. ഇത് മനുഷ്യരിൽ മാത്രമല്ല, കോഴി, താറാവ്, കന്നുകാലി,
മത്സ്യകൃഷി എന്നീ രംഗങ്ങളിലെല്ലാം അശാസ്ത്രീയമായ നിലയിൽ ഇത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. സർ, ഡോക്ടറുടെ കുറിപ്പടിയോടുകൂടി മാത്രമേ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള കർശനമായിട്ടുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. 2 സബ്മിഷനുകൾക്കാണ് സഭയിൽ ഇന്ന് മറുപടി നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് മെഡിക്കൽ കോളേജിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് 1ാം പിണറായി വിജയൻ സർക്കാർ കിഫ്ബി ധനസഹായത്തോടെ ആവിഷ്കരിക്കുകയും 2019 ഫെബ്രുവരിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശിലാസ്ഥാപനം നിർവഹിക്കുകയും ചെയ്ത മാസ്റ്റർ പ്ലാന്റെ നിർവഹണം വൈകുന്നത് സംബന്ധിച്ചാണ് ഈ സബ്മിഷൻ സർ. അത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അനുവാദം ഉൾപ്പെടെ ലഭിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പലതവണ ഇത് സംബന്ധിച്ചിട്ടുള്ള അനുമതികൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു. അവസാനം ഇതിന്റെ അനുമതി ലഭിച്ചു. ബജറ്റിന് മുന്നോടിയായി 2023 സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ധനമന്ത്രി KN ബാലഗോപാൽ സഭയുടെ മേശപ്പുറത്ത് വെച്ചു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് 2023 സാമ്പത്തിക അവലോകനം മേശപ്പുറത്ത് വെക്കാവുന്നതാണ്. സർ, സാമ്പത്തിക അവലോകനം 2023 ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുകയും ഗ്രാൻറ്റുകൾ തടഞ്ഞുവെക്കുകയും ചെയ്യുന്ന സമീപനത്തിൽ നിന്നും കേന്ദ്ര ഗവൺമെൻറ് പിന്തിരിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചട്ടം 118 അനുസരിച്ചുള്ള ഗവൺമെൻറ് പ്രമേയം ധനമന്ത്രി KN ബാലഗോപാൽ സഭയിൽ അവതരിപ്പിച്ചു. ഗവൺമെന്റ് പ്രമേയം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് അങ്ങേക്ക് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സർ, സംസ്ഥാനങ്ങളുടെ സാമ്പത്തികാധികാരങ്ങൾക്കും നിയമനിർമ്മാണ അധികാരങ്ങൾക്കും മേൽ വലിയ രീതിയിലുള്ള കടന്നുകയറ്റമാണ് അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നത്. ഭരണഘടനാദത്തമായി സംസ്ഥാനങ്ങൾക്കുള്ള അധികാരങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ചില നടപടികൾ എത്തിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുകയും ഗ്രാന്റുകൾ തടഞ്ഞുവെക്കുകയും ചെയ്യുന്ന സമീപനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഏകകണ്ഠമായി പാസാക്കി. പ്രമേയം സഭ ഐക്യകണ്ഠേന പാസാക്കിയിരിക്കുന്നു. അനൌദ്യോഗിക അംഗങ്ങളുടെ ബില്ലുകളും ഇന്ന് സഭയുടെ പരിഗണനയിൽ വന്നു. CH കുഞ്ഞമ്പു നോട്ടീസ് നൽകിയ 2021 കേരള ഹോട്ടലുകളുടെയും റെസ്റ്റോറന്റുകളുടെയും നിലവാരവും ഭക്ഷണപാനീയങ്ങളുടെ ഗുണവില നിയന്ത്രണവും ബില്ലിന്റെയും EK വിജയൻ നോട്ടീസ് നൽകിയ 2022 കേരള വനേതര പ്രദേശങ്ങളിലെ വൃക്ഷ സംരക്ഷണ ബില്ലിന്റെയും ഡോക്ടർ N ജയരാജ് നോട്ടീസ് നൽകിയ 2023 കേരള ഹോം നഴ്സിംഗ് സ്ഥാപനങ്ങൾ രജിസ്ട്രേഷനും നിയന്ത്രണവും ബില്ലിന്റെയും അവതരണാനുമതിക്കുള്ള പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയും ബില്ലുകൾ തുടർചർച്ചയ്ക്കായി മാറ്റിവെക്കുകയും ചെയ്തു. തുടർന്ന് M രാജഗോപാലൻ നോട്ടീസ് നൽകിയ 2021 കേരള മിശ്ര വിവാഹിത കുടുംബ സംരക്ഷണ ബില്ലിന്റെ അവതരണാനുമതി പ്രമേയത്തിന്റെ തുടർചർച്ച പരിഗണിക്കുകയും ബിൽ വീണ്ടും തുടർചർച്ചയ്ക്കായി മാറ്റിവെക്കുകയും ചെയ്തു. നടപടികൾ പൂർത്തിയാക്കി രാവിലെ 10:55 സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. തിങ്കളാഴ്ച സഭ വീണ്ടും സമ്മേളിക്കും. 2024-25 ബഡ്ജറ്റ് തിങ്കളാഴ്ച ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും തിങ്കൾ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.